അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ബീട്രൂട്ട് നമുക്ക് ഉപ്പിലിട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഉപ്പിലിട്ട് നമുക്ക് ഈ നമ്മൾ ഷവർമയൊക്കെ മേടിക്കുമ്പോഴത്തേക്കേ അതിന്റെ കൂടെ കിട്ടത്തില്ലേ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉപ്പിലിട്ട്. ഇപ്പൊ നമ്മൾ ക്യാരറ്റ് ഇല്ല, ബീട്രൂട്ട് മാത്രമേ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയിലിട്ട് പോകാം. അപ്പൊ നമ്മളെ ആദ്യം തന്നെ നമ്മളൊരു കൽച്ചട്ടിക്കകത്ത് നമ്മൾ വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചായിരുന്നു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി. ഈ നമ്മുടെ പച്ചമുളക് ഒന്നും മുറിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ല, അത്യാവശ്യം നല്ല എരിയുള്ള മുളകാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുക. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സിമ്പിൾ പരിപാടിയാ. ഇതിന്റെ ആവശ്യമുള്ള ഉപ്പാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പൊ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സാധനമൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാനുള്ളതല്ലേ, ഉപ്പ് നമ്മൾ കൂടുതൽ വേണമല്ലോ. ഇനി നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ വിനാഗിരിയാണ്. അപ്പൊ ഇത് നമ്മുടെ പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മള് നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം കൂടെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടു. അതെ, ഇനി ഇട്ട് നമ്മൾ ഇനി തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുന്നു, എല്ലാ സാധനങ്ങളും ഇടുന്നു. ബീട്രൂട്ട്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇടുന്നു. ഇവരെ ഇനി റെസ്റ്റിംഗ് പീരീഡ് ആണ്. ഇനി അടിപൊളി ഉപ്പും പുളിയും വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് വെള്ളത്തിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പൊ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും ഇതൊക്കെ ഉണ്ടല്ലോ, അല്പം പോലും വെള്ളം വരാൻ പാടില്ല. പച്ച വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല കളർ കോമ്പിനേഷൻ, പച്ച ചുമല വെള്ള എല്ലാം കൂടെ ആയിട്ട് അടിപൊളി കളർ കോമ്പിനേഷൻ. നമുക്കിപ്പോ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു മിനിമം 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. അത് എത്ര ദിവസം കൂടുതൽ ഇരിക്കുന്നു അത്രയും ദിവസം അടിപൊളിയായിട്ട് സെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അത് ഉപയോഗിക്കുമ്പോ പച്ചവെള്ളം വീഴാൻ പാടില്ല. അത്ര ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ബാക്കി എളുപ്പ പരിപാടിയാണ്. അതെ, ഇനിയിപ്പോ പിന്നെ തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിൽ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുക, ഉപയോഗിക്കുക, കഴിക്കുക. ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ നമുക്ക് കുറെ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കും. ഇല്ലെങ്കിലും കേടാത്തൊന്നുമില്ല, അത്ര പെട്ടെന്നൊന്നും കേടാത്തില്ല. വെള്ളം ഒന്നും വീഴായിരുന്നാ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.